എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേണു സുധിയെക്കുറിച്ച് എന്ത് വീഡിയോ ഇട്ടാലും ഉടനെ എനിക്ക് കമന്റ് വരാറുണ്ട്. ആ സ്ത്രീയെ നിങ്ങൾ വെറുതെ വിടൂ, നിങ്ങൾ എന്തിനാണ് അവരെക്കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ, അതായത് ഫേസ്ബുക്കിൽ, ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞാൻ പലരും എഴുതി കണ്ടിട്ടുണ്ട്. അവർ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്, അവരൊരു വിധവയാണ്, അതോടെ കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടി അവർ കഷ്ടപ്പെടുന്നു. അതുകൊണ്ടൊക്കെ തന്നെ അവരെ നിങ്ങൾ വെറുതെ വിടും, അവർ എന്തിനാണ് ഇങ്ങനെ വലിച്ചു കീറുന്നത് എന്ന തരത്തിലൊക്കെ കുറേ പേര് എഴുതുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ സത്യത്തിൽ ഇപ്പം രേണുവിൻ്റെ ജോലി സ്ഥലത്തോട്ട് വിളിച്ചിട്ട് പറയാണ് അവരെ ജോലിക്ക് ഇനി വിളിക്കരുത്, അല്ലെ ഇനി ഒരു അവസരം അവർക്ക് കൊടുക്കരുത് എന്നൊക്കെ പറയുവാണെങ്കിൽ അവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന തരത്തിലാണ് പോകുന്നത് എന്ന് പറയാം, അല്ലെങ്കിൽ അവർക്കൊരു വരുമാനം കിട്ടില്ലാത്ത തരത്തിലാണ് നമ്മൾ സംസാരിക്കുന്നതെന്ന് പറയാം. എന്നാൽ നമ്മൾ വീഡിയോ ഇടുമ്പോഴൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ രേണു പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അല്ലാതെ രേണുവിൻ്റെ ജോലിയെക്കുറിച്ചോ വേറൊരു കാര്യങ്ങളെക്കുറിച്ചോ ഇവിടെ ആരും സംസാരിക്കാറില്ല. ഈ രേണു സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ വായിൽ നിന്ന് വന്ന പിഴവ്, അല്ലെങ്കിൽ അവരുടെ ഒരു അറിവില്ലായ്മ മൂലമാണ് അവർക്ക് ഈ തരത്തിലുള്ള മിസ്റ്റേക്കുകളൊക്കെ ജീവിതത്തിൽ വന്നത്. അതിൽ ഞാൻ ഒന്നാമതൊട്ടൊരു കാര്യം പറയാം. ഈ രേണുവിൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ വൈറലായി വന്ന സമയത്ത് ഇവർക്ക് വീട് വെച്ച് കൊടുത്ത ഈ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഇതിനു മുമ്പ് കുറച്ച് പേര് പറഞ്ഞിരുന്നു, നിങ്ങൾ അവർക്ക് എന്തിനാണ് വീട് വെച്ച് കൊടുത്തത്, ഇവർ കാണിക്കുന്ന കണ്ടില്ലേ, ഇവരെ പോലുള്ളവർക്കൊക്കെ എന്തിനാണ് വീട് വെച്ച് കൊടുക്കുന്നതെന്ന്. എന്നാൽ രേണു സുധിയെ സപ്പോർട്ട് ചെയ്താണ് അന്ന് അദ്ദേഹം സംസാരിച്ചത്. അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പറയും. എന്തായാലും ഞാൻ ആ വീഡിയോ ഇവിടെ കൊടുക്കുക, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഞാൻ പറയുന്നത് ശരിയാണോ അല്ലയോ എന്ന്. ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. വീട് ഉണ്ടാക്കി കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പലരും വീടിൻ്റെ നിർമ്മാണ ഘട്ടങ്ങളിൽ പലരും ഇവരുടെ റീൽസ് അല്ലെങ്കിൽ ഇവരുടെ ജോയ്നെസ് ഹാപ്പിനെസ് ഒക്കെ കണ്ടിട്ട് നമ്മളെങ്ങനെ മെൻഷൻ ചെയ്യും, നമുക്കിങ്ങനെ അയച്ചിട്ട് നിങ്ങൾ വേണ്ടാത്തൊരു തീരുമാനമായി പോയി എന്നുള്ള രീതിയിൽ നമ്മളെ ആൾക്കാർ ഇൻറ്റിമേഷൻ ചെയ്യാൻ തുടങ്ങി. പക്ഷെ നമുക്കൊരിക്കലും അത് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അടുത്ത് അവരുടെ ഈ റീൽസ് വന്നപ്പോഴും ഒരുപാട് പേര് അതിൻ്റെ ലിങ്ക് അയച്ചിരുന്നു, നമ്മളവിടെ മെൻഷൻ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ചെയ്തത് എന്തോ വലിയൊരു തെറ്റാണ് അല്ലെങ്കിൽ ഒരു അപരാധമാണ് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുകയാണ് അവർ. അങ്ങനെ രേണു സുധീനെ അന്ന് അദ്ദേഹം സപ്പോർട്ട് ചെയ്തിട്ടാണ് അന്ന് സംസാരിച്ചിരുന്നത്. എന്നാൽ ആ വീട് പണിത് കൊടുത്ത വ്യക്തിക്കെതിരെയാണ് രേണു സുധി പിന്നീട് ഓൺലൈൻ മീഡിയ വഴി സംസാരിച്ചത്. അത് നിങ്ങളൊക്കെ ഇപ്പൊ കേട്ടിട്ടുണ്ടാവും. വീടിനകത്ത് ചോരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഋതപ്പം കിടക്കുന്ന റൂമിലും ചോരുന്നുണ്ടെന്നാണ് ഈ രേണു പറഞ്ഞത്. എന്നാൽ അത് ശുദ്ധ നുണയാണെന്നും അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നും ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി വന്ന് പറഞ്ഞിരുന്നു. ആ വീട് പണിതിരുന്ന വ്യക്തി അദ്ദേഹം തന്നെ എടുത്തു പറയുന്നു, ഇവർ ഈ വീട് വെച്ചു കൊടുത്തത് ആർക്ക് വേണ്ടിയിട്ടാണ്? സുധിയുടെ അമ്മയ്ക്കും ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയിട്ടാണ്. ആ ഒരു സന്തോഷമാണ് അവർക്കുണ്ടായിരുന്ന ഏറ്റവും കൂടുതൽ. സുധി എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി ചെയ്യുന്നത് പോലെയാണ് അവരത് ചെയ്തത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അൺഫോർച്ചുനേറ്റ്ലി രേണുവിന്റെ ഫാമിലി മാത്രമാണ് അവിടെ ഉള്ളത്. അതായത് ഈ കിച്ചു എന്ന് പറയുന്ന കുട്ടി അവിടെ ഇല്ല, അതോടൊപ്പം സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ അമ്മയുമില്ല. അതേക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇത് സംസാരിക്കുമ്പോൾ നമ്മൾ പിന്നെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഋതപ്പൻ എന്ന് പറയുന്ന കുട്ടിയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആ കുട്ടിക്ക് അമ്മയുണ്ട്. ഇപ്പൊ അമ്മ ജോലിക്ക് പോകുന്ന സമയത്തോ അമ്മ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാലും ഈ കൊച്ചിനെ നോക്കാൻ ഈ രേണുവിന്റെ വീട്ടുകാരുണ്ട്. അതുകൊണ്ട് തന്നെ ഋതപ്പൻ എന്ന് പറയുന്ന കുട്ടി ഒരു സേഫിലാണ്. എന്നാൽ കിച്ചുവിനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ കുട്ടിക്ക് അമ്മയില്ല, അമ്മ നേരത്തെ നഷ്ടപ്പെട്ടു, ഇപ്പോഴാണ് അച്ഛനും ഇല്ല. അവൻ നിൽക്കുന്നത് അച്ഛൻ്റെ അമ്മയുടെ ഒപ്പമാണ് നിൽക്കുന്നത്. ആ അമ്മച്ചി ഇങ്ങനെ മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ അവസ്ഥ എന്താ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ആ കുട്ടി ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോവുകയാണ്, ഈ കിച്ചു എന്ന് പറയുന്ന വ്യക്തി. അപ്പൊ സുധിയുടെ അവകാശം എന്നൊക്കെ പറയുന്നത് പോലെ ഈ കൊച്ചിനും കൂടി ആ വീട് അവകാശമുണ്ട്. അതായത് ആ വീട്ടിൽ അവനും ഉണ്ടാവണം. ആ വീട് കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. ആ വീട്ടിൽ ആ കുട്ടി ഒരു അന്യനെ പോലെയാണ് നിൽക്കുന്നത്. ഋതപ്പൻ ഒരു റൂമിന്റെ ഡോർ തുറക്കുമ്പോൾ ആ റൂമിലെ വേറെ ആൾക്കാർ ഇരുന്നിട്ട് മൊബൈലൊക്കെ നോക്കി കളിക്കണം. അത് തലയും എത്തി ഈ കുട്ടീനെ നേരെ നോക്കുകയോ ചിരിക്കുകയോ പോലും ചെയ്യുന്നില്ല. അതിനർത്ഥം ഒരു അപരിചിതൻ വന്നതുപോലെ, അല്ലെ അറിയാത്ത ഒരാൾ, അവകാശി അല്ലാത്ത ഒരാൾ വന്നതുപോലെയാണ് അവർ ബിഹേവ് ചെയ്തത്. അതിനെക്കുറിച്ചാണ് സംസാരിച്ചത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കിച്ചു എന്ന കുട്ടിക്ക് കിട്ടേണ്ട അവകാശവും കൂടി തട്ടിത്തെറിപ്പിച്ച് കളയുന്ന രേണു സുധിയിലെ രണ്ടാനമ്മയുടെ ഒരു സ്വഭാവമാണ് നമ്മൾ കണ്ടത്. അതിനെയാണ് ചർച്ച ചെയ്തത് ജനങ്ങൾ. രേണുവിന് പോലും അവകാശം കിട്ടരുതെന്ന് ആരും വിചാരിക്കുന്നില്ല. സുധി എന്ന് പറയുന്ന വ്യക്തിക്ക് കിട്ടാനുള്ളതാണ് ഈ വീടെങ്കിൽ അത് രേണുവിനും കൂടെ അവകാശപ്പെട്ടതാണെന്നാണ് എല്ലാവരും പറയുന്നത്, അല്ലെ? രേണുവിന് ഒരു വരുമാനം കിട്ടരുത്, രേണുവിന് ഒരു ഉന്നമനം കിട്ടരുതെന്ന് വിചാരിച്ചിട്ട് ആരും ഒന്നും പറയുന്നില്ല. അപ്പൊ രേണു വരുത്തി വെച്ച വിനയെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചത്. ഇപ്പൊ ആ വീട് പണിത് കൊടുത്ത വ്യക്തിയുടെ അവസ്ഥ നോക്കുക. അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ പോലുമാണ് ഇടിവ് സംഭവിച്ചത്. അതോടൊപ്പം പറയുന്നു അദ്ദേഹം ഇനി ഇങ്ങനെ ഒരു ചാരിറ്റി ചെയ്യത്തില്ലെന്ന് പറയുന്നു. ഒരുപാട് കലാകാരന്മാർക്ക് അല്ലെങ്കിൽ ഇതേപോലെ സാധുക്കളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ കയറി കിടക്കാൻ വീടില്ലാത്തവർക്കൊക്കെ ഒരു വീട് വെച്ച് കൊടുക്കണം എന്ന രീതിയിൽ ചിന്തിച്ചു പോയിരുന്ന ആൾക്കാരെ കൊണ്ടാണ് ഈ തരത്തിലൊരു തീരുമാനം. ഇനി ഞങ്ങൾ ഈ തരത്തിലൊരു പണിയും ചെയ്യത്തില്ല, ഇനി ആർക്കൊരു വീട് വെച്ച് കൊടുക്കലോ കാര്യങ്ങളോ ഒന്നും ചെയ്യില്ല എന്ന തരത്തിലേക്ക് തീരുമാനം എടുക്കുന്ന തരത്തിലേക്ക് അങ്ങ് മാറിപ്പോയത്. അതൊക്കെ ആരുടെ കുഴപ്പമാണ്? രേണുവിന്റെ കുഴപ്പം കൊണ്ട് സംഭവിച്ചതല്ലേ?
അതുമാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.